ഹലോ ഗായ്സ്, ഹാപ്പി ഓണം ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ ഓണം വ്ലോഗാണ്. ഞാൻ ലേറ്റായി കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ വീഡിയോ എടുത്ത് നമ്മൾ ഫുൾ കുക്കിംഗ് പരിപാടീസാണ്, കിച്ചണിൽ ബിസി ആയിരുന്നു. അവൽ വിളയിച്ചൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓണം ആയതുകൊണ്ട് എല്ലായിടത്തും പുറത്ത് നമ്മൾ പാത്രത്തിലാക്കി. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ 3 പേരും കിച്ചണിൽ കയറി എല്ലാ പരിപാടിയും ചെയ്തു തുടങ്ങി. അവർ വിളയിച്ച കണ്ട് ഇളക്കി കുറേ എൻ്റെ വായിലോട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചവരെ ഒന്നും ഉണ്ടാക്കണമല്ലോ. വെളുപ്പിനെ നമ്മൾ അടുക്കളയിൽ കയറി, അതുകൊണ്ട് നമുക്ക് ഒട്ടുമിക്ക പരിപാടിയെല്ലാം തീർക്കാൻ പറ്റി നേരത്തെ തന്നെ. അപ്പോൾ തേങ്ങ ചിരണ്ടൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കാരണം കുറേ കറിക്ക് തേങ്ങ വേണമല്ലോ. അങ്ങനെ തേങ്ങയെല്ലാം ചിരണ്ടി പിന്നെ നമ്മുടെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള വെള്ളരിക്ക കിച്ചടിയാണ് ഞാൻ റെഡിയാക്കിയത്. എൻ്റെ ഫേവറേറ്റാണ്. അത് കഴിഞ്ഞ് ബീട്രൂട്ട് കിച്ചടി റെഡിയാക്കി. അതിൻ്റെ പുറകെ ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ പാച്ചു ഒരു വിഷാദ മൂഡിൽ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയ വീഡിയോ നേരത്തെ എടുത്താണ് എൻ്റെ കൂടെ കയറ്റിയതാണ്. അങ്ങനെ എൻ്റെ റെസിപ്പീസ് എല്ലാം എന്ന് പറഞ്ഞാൽ കിച്ചടികളും തോരനും മെഴുക്കുരട്ടിയൊക്കെ ആയിരുന്നു. സാമ്പാർ അവിയലൊക്കെ അമ്മയുടെ സെക്ഷനായിരുന്നു. പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി, പിന്നെന്താണ് സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി, തോരൻ, ഓലൻ, മെഴുക്കുരട്ടി, പപ്പടം, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിപ്സ് എല്ലാം കോരി മാറ്റി, ചിപ്സ് എല്ലാം പിന്നെ നമ്മൾ നേരെ ടേബിൾ കൊണ്ടെല്ലാം അടുക്കി വെച്ചു. പപ്പടം, ബീട്രൂട്ട് കിച്ചടി, അവിയൽ, സേമിയ പായസം, തോരൻ, മോരുകറി, എരിശ്ശേരി, നമ്മുടെ വെള്ളരിക്ക കിച്ചടി, സാമ്പാർ, മെഴുക്കുരട്ടി, അടപ്രഥമൻ, ചോറ്, ഇഞ്ചിക്കറി. അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചു. സദ്യ അടിപൊളിയായിരുന്നു. ഓണം അടിപൊളിയായിരുന്നു. ഔട്ട്ഫിറ്റ് മാത്രം ചെയ്യാൻ പറ്റില്ല, എനിക്ക് സമയമേ ഇല്ലായിരുന്നു. ഉത്രാടത്തിന് നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആകെപ്പാടെ ബിസിയായിരുന്നു. ഓണത്തിനന്ന് ബിസിയായിരുന്നു. പായസം കൂട്ടി ഒരൊറ്റ പിടി അങ്ങ് പിടിച്ച് ഇതാണ് നമ്മൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പായസം എല്ലാം കഴിച്ച് ഇലയിലെല്ലാം തൂത്ത് വൃത്തിയാക്കി സേമിയ കഴിച്ചപ്പോൾ എടുത്തത്. അവിടെ കഴിച്ച വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പാലടയാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ സേമിയ പായസവും കഴിച്ച് നമ്മൾ വയറൊക്കെ അങ്ങ് നിറഞ്ഞ് മാവേലി ആക്കായിരുന്നു വേണമെങ്കിൽ എന്നെ. പായസത്തിൻ്റെ അണ്ടാവ് എൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പായസം എല്ലാം കുടിച്ച് എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് വയറ് പൊട്ടാറായി, ഒരു ഹൈഡ്രജൻ ബലൂൺ പോലെ ആയിരുന്നു കേട്ടോ. ഡയറ്റിംഗ് ആണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ മാസത്തിലേക്ക് കടന്നത്. പക്ഷേ ഓണം ആയതുകൊണ്ട് പറയാമല്ലോ, എല്ലാം റെഡിയാവും. കിച്ചടിയുടെ പാത്രം എൻ്റെ അടുത്ത്, കാരണം എൻ്റെ ഫേവറേറ്റ് ആണല്ലോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പലഹാരവും മറ്റേ അരിയുണ്ടയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ക്ലബ്ബിലെ പരിപാടി ഉണ്ടായിരുന്നു, അതിനും കൂടെ പോയിട്ട് നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങി നൈസായിട്ട്. അപ്പോൾ ഗൈസ് അത്രയുള്ളൂ. ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.